ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശിവശക്തി കാമഃ ക്ഷിതിരധരവീ ശീതകിരണ സ്മരോഹംസ ശക്രസ്തദനുജ പരാമാരഹരയാ അമീഹൃല്ലേഖാഭിസ്തിസ്രിഭിരവസാനേഷു ഘടിതാ ഭജന്തേ വർണ്ണാസ്തേ തവ ജനനി നാമാവയവതാ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 32. ഈ ശ്ലോകത്തിൽ പഞ്ചദശാക്ഷരി മന്ത്രം എന്ന ശ്രീവിദ്യയുടെ രഹസ്യമന്ത്രം ഉപദേശിക്കപ്പെടുന്നു. ശിവന് പഞ്ചാക്ഷര മന്ത്രവും വിഷ്ണുവിന് അഷ്ടാക്ഷരി മന്ത്രവും ഉള്ള പോലെ ദേവിക്കുള്ള മന്ത്രമാണ് പഞ്ചദശാക്ഷരി മന്ത്രം. ഇതിൽ 15 വർണ്ണങ്ങൾ അഥവാ അക്ഷരങ്ങളാണുള്ളത്. അതിഗോപ്യമായി സൂക്ഷിക്കേണ്ട മന്ത്രമാണിത്. അതുകൊണ്ട് തന്നെ അതിലുള്ള വർണ്ണങ്ങളെ തോന്നിയ മാതിരി ഉച്ചരിക്കുവാൻ പാടുള്ളതല്ല എന്ന് വിധിയുണ്ട്. ഈ 15 അക്ഷരങ്ങൾ ലളിതാ സഹസ്രനാമത്തിലും ലളിതാ അഷ്ടോത്തര ശതനാമാവലിയിലും അടങ്ങിയിട്ടില്ല. എന്നാൽ സൗന്ദര്യ ലഹരിയിലെ ഈ ശ്ലോകത്തിൽ, അതായത് 32ാമത്തെ ഈ ശ്ലോകത്തിൽ ദേവിയുടെ പഞ്ചാക്ഷരി മന്ത്രം രഹസ്യമായി മറഞ്ഞിരിക്കുന്ന വിധമാണ് രചിച്ചിരിക്കുന്നത്. ശ്ലോകത്തിലെ ശിവ, ശക്തി, കാമ മുതലായ പദങ്ങൾക്ക് സമാനമായ നേരിട്ടുള്ള ബീജാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അത് നോക്കിയാണ് ഈ ശ്ലോകത്തിനിവിടെ അർത്ഥം എഴുതിയിരിക്കുന്നത്. ദേവി ക്ഷമിക്കണേ, പരദേവതയായ അംബികയുടെ അംഗദേവതകളായ നിത്യാദേവതകളുടെ പേരുകളിൽ കൂടി പഞ്ചാക്ഷരി മന്ത്രം രഹസ്യമായി വേദതത്വമായി പറയപ്പെട്ടിരിക്കുന്നു. ഇവയിൽ ക, എ, ഇ, ല എന്ന 4 അക്ഷരങ്ങളെ വാഗ്ദേവകൂടമെന്നും ഹ, സ, ക, ഹ, ല എന്നീ 5 വർണ്ണങ്ങളെ കാമരാജകൂടമെന്നും അവസാനമായി വരുന്ന സ, ക, ല എന്നും 3 അക്ഷരങ്ങളെ ശക്തികൂടം എന്നും പറയുന്നു. ഓരോ കൂടത്തിനും ഹ്രീം എന്നും വർണ്ണം ഒടുവിൽ ചേരുമ്പോൾ 15 അക്ഷരങ്ങൾ അടങ്ങിയ പഞ്ചാക്ഷരി മന്ത്രമായി തീരുന്നു. ആദ്യത്തെ കൂടത്തിന് അഗ്നിഖണ്ഡമെന്നും, രണ്ടാമത്തെ കൂടത്തിന് സൂര്യഖണ്ഡമെന്നും, മൂന്നാമത്തെ കൂടത്തിന് ചന്ദ്രഖണ്ഡമെന്നും, ഒടുവിൽ വരുന്ന ഹ്രീം എന്നത് ബ്രഹ്മഗ്രന്ഥി എന്നും അറിയപ്പെടുന്നു. ലളിതാ സഹസ്രനാമത്തിൽ ഈ കൂടങ്ങളും 3 ഖണ്ഡങ്ങളും 3 ഗ്രന്ഥികളും പറയപ്പെടുന്നുണ്ട്. ഈ 15 വർണ്ണങ്ങളോടൊപ്പം ഒരു ഹ്രീം വർണ്ണം കൂടി ചേർത്ത് 16 ആവുമ്പോൾ അതിനെ ഷോഡശാക്ഷരി മന്ത്രം എന്ന് പറയുന്നു. അത് അതീവ ഗോപ്യമാണെന്നും അതീവ പക്വത നേടിയവരും അത്യുത്തമന്മാരുമായുള്ള അധികാരികൾക്ക് മാത്രമേ അത് ഉപദേശിക്കാവൂ, അതും ഗുരുപദേശമായി മാത്രമേ നൽകാവൂ എന്നുമാണ് പറയപ്പെടുന്നത്. ഈ 16 വർണ്ണങ്ങളും 16 നിത്യദേവതകളുടെ സ്വരൂപമാണെന്നും പറയുന്നുണ്ട്. മേൽപ്പറഞ്ഞ 3 ഖണ്ഡങ്ങളിൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നീ 3 ശക്തികളും ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന 3 അവസ്ഥകളും വിശ്വൻ, തൈജൻ, പ്രാണൻ എന്നിങ്ങനെ ജീവന്റെ 3 നിലകളും സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നതാണ് തന്ത്രശാസ്ത്രങ്ങൾ പറയുന്നത്. ത്രിപുര സുന്ദരി വേദപാദസ്തവം എന്ന സ്തുതിയിൽ പറയുന്നു, 3 കൂടങ്ങളും അടങ്ങിയ പഞ്ചാക്ഷരി മന്ത്രം ദേവീ സ്വരൂപം തന്നെയാണ്. മഹാമന്ത്രകൂട ത്രയ കളേബരേ എന്ന് സ്തുതിക്കുന്നു. ലളിതാ സഹസ്രനാമത്തിലും മൂലക്കൂട ത്രയ കളേബരായേ എന്ന് സ്തുതിക്കുന്നുണ്ട്. സർവേശ്വരി, സകല മന്ത്രാർത്ഥസ്വരൂപിണി, ഞങ്ങളിതാ നമസ്കരിക്കുന്നു. ചിത്തശുദ്ധി നൽകി ഞങ്ങളിൽ തത്വബോധമരുളിയാലും. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.